രാഹുവിന്റെ ചാരഫലങ്ങളെ കുറിച്ച് നേരത്തെ 3 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. നമ്മുടെ ജാതകത്തിലെ, അതായത് ഗ്രഹനിലയിലെ ചന്ദ്രനിൽ നിന്നും രാഹു ഓരോരോ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രനിൽ നിന്നും രാഹു 1 തൊട്ട് 3 വരെ സഞ്ചരിക്കുന്നതിന്റെ ഫലങ്ങൾ പറഞ്ഞു. ഈ വീഡിയോയിൽ 4-ൽ സഞ്ചരിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു, നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങളുടെയും കൂടെ നോക്കിയിട്ട് വേണം ഇത് ഒരു കൺക്ലൂഷനിലെത്താൻ. പക്ഷേ ഇതും എഫക്റ്റ് ആയിട്ട് വരും. ശനി അനുകൂലമാണെങ്കിൽ ഈ പറയുന്നതിൽ ദോഷങ്ങൾ കുറയും, അല്ലെങ്കിൽ ഗുണങ്ങൾ കൂടും. ശനി അനുകൂലമല്ലെങ്കിൽ ആ ദോഷങ്ങൾ കൂടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഗുരുവിന്റെ കാര്യം, മറ്റ് 8 ഗ്രഹങ്ങളുടെയും കൂടെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളാണോ ദോഷഫലങ്ങളാണോ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമ്മളെ ഇപ്പം നമുക്കൊരു മുന്നറിയിപ്പ് തരുന്ന സമയമാണ്. ഈ രാഹു 4-ൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും വളരെയധികം ചിന്തിച്ച് മാത്രമേ ചെയ്യാവൂ. പെട്ടെന്ന് എടുത്തിയാടിയൊന്നും ചെയ്യരുത്. അതുപോലെ ഇപ്പോൾ നമ്മൾ വസ്തുവകളൊക്കെ വാങ്ങിക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ വളരെ ആലോചിച്ച് ആ വസ്തു ആരുടേതായിരുന്നു നേരത്തെ എന്നൊക്കെ ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. വീടാണെങ്കിൽ ഈ വീട് എന്തുകൊണ്ട് ഇവർ വിൽക്കുന്നു എന്ന് തിരക്കിയിട്ട് മാത്രം തീരുമാനിക്കുക. കാരണം അവർക്ക് ഐശ്വര്യമുള്ളത് ഒരിക്കലും ആരും കൈവിട്ട് കളയുകയില്ലല്ലോ. അപ്പോൾ ഐശ്വര്യമില്ലാത്തതായിരിക്കും അവർ വിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് വിൽക്കുന്നതെന്നൊക്കെ തിരക്കിയേച്ച് വേണം. എന്തെങ്കിലും ദോഷമുള്ള വസ്തുവാണോ, ഇങ്ങനെ കാവിൻ്റെ അടുക്കൊക്കെയുള്ള വസ്തുവാണോ, അല്ലെങ്കിൽ കാവ് വെട്ടുമാറ്റിയ വസ്തുവാണോ, ഇങ്ങനെ രാഹു ആയിട്ടാണ് എങ്ങനെ പറയുന്നത്, അതൊക്കെ തിരക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. സമയം നല്ലതെന്ന് നോക്കിയിട്ട് വസ്തുവൊക്കെ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദശാകാലമാണ് ആദ്യം നോക്കേണ്ടത്. മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദത്തിൽ വരുത്തുന്ന സമയമാണിത്. അപ്പോഴേ നമ്മൾ നോക്കണം. ഇപ്പോൾ വൃശ്ചിക രാശിക്കാണ് രാഹു 4-ൽ സഞ്ചരിക്കുന്നത്. അവർക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ? ടമ്പ്, മോദി, ഇവരെല്ലാം വൃശ്ചിക രാശിക്കാരാണ്. ഇവർക്കൊക്കെ ഇപ്പോൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ നോക്കണം. നമുക്ക് അറിയാവുന്ന സെലിബ്രിറ്റീസിനെ വെച്ച് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മുടെ അമ്മയുടെ ആരോഗ്യമൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മളെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അവരുടെ ആരോഗ്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ അപ്പോഴേ അവരുടെ ദശാകാലവും ചാരഫലവും ഒക്കെ നോക്കിച്ച് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ദോഷം കുറയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുക. പലർക്കും വീട് മാറാൻ, അല്ലെങ്കിൽ ജോലി സ്ഥലം മാറാൻ ഒക്കെയുള്ള ഒരു സമയമാണിത്. എല്ലാവർക്കും എന്നല്ല പറഞ്ഞത്, പലർക്കും. ഇപ്പോൾ ഇവർക്ക് ശനി, നേരത്തെ കണ്ടകശനി ആയിരുന്നു, ഇപ്പം അതൊന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ റിലീഫ് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ശനി നല്ല സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ തുലാം രാശി, ചോദ്യ നക്ഷത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ തുലാം രാശിയാണ്. അവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലയോ. അങ്ങനെയൊക്കെ നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ചാരഫലം പഠിക്കാൻ പറ്റും. നമുക്ക് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട് പോലും നമുക്ക് ഒരു അപരിചിത സ്ഥലമായിട്ട് തോന്നാം. അതായത് വളരെ വിചിത്രമായിട്ടൊക്കെ തോന്നാം. അതായത് ഒരു ഇൻകൺവീനിയൻസ്, ഒരു സ്വസ്ഥതയില്ലായ്മ തോന്നാം. പിന്നെ നമ്മൾ ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ അമ്മയോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുക, നമ്മൾ വീടുമായിട്ടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് വരിക, നമ്മുടെ ആ ദേശസ്നേഹമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. റിയൽ എസ്റ്റേറ്റിലൊക്കെ താല്പര്യം തോന്നുന്ന ഒരു സമയമാണിത്. അമ്മയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഒരു അവിചാരിതമായ സംഭവം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അല്ലെങ്കിൽ ജന്മസ്ഥലം, ജനിച്ച വീടെന്ന് പറയുമ്പോൾ ഇപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിലല്ലേ ജനിക്കുന്നത്. അങ്ങനെ അവർക്കൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അസാധാരണമായ സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണിത്. നമ്മുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒരു അകൽച്ചയൊക്കെ തോന്നുന്ന സമയമാണിത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സപ്പോർട്ട് അവരിൽ നിന്നും കിട്ടാത്ത ഒരു സമയമായിരുന്നത്. നമുക്ക് എല്ലാത്തിനോടും ഒരു എതിർപ്പ് തോന്നുന്ന സമയമാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് എതിർപ്പ് തോന്നുക, എന്നിട്ട് സമരത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് കൂടിയാണിത്. വിദേശത്ത് പോകും, പക്ഷെ ആ വിദേശത്തും നമ്മൾ വിചാരിച്ചത്ര ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടുകയില്ല. ഒരു അസംതൃപ്തി എല്ലാത്തിലും വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ലവ് അല്ലെങ്കിൽ പ്രേമ
ബന്ധത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. കാരണം പ്രോബ്ലംസ് വരുന്ന സമയമാണ്. അതുപോലെ വിവാഹ ജീവിതത്തിലായാലും വിട്ടുവീഴ്ചകൾ ചെയ്യണം. അവിടെയും പ്രോബ്ലംസ് വരുന്ന സമയമാണ്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ. റിപ്പയറൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പയറൊക്കെ ചെയ്തത് ശരിയാക്കി വെക്കണം. എല്ലാ കാര്യത്തിലും വെറുതെ ഒരു ആദിയൊക്കെ തോന്നുന്ന സമയമാണിത്. എന്തായിത്തീരും ഇങ്ങനെ ഒരു വെറുതെ ഉള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഡൈജഷൻ സംബന്ധമായ പ്രോബ്ലങ്ങൾ, അതുപോലെ തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലങ്ങൾ, നെഞ്ച് വേദന, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വെറുതെ അങ്ങ് ക്ഷീണം തോന്നുന്ന ഒരു സമയമായിരിക്കും. പിന്നെ നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരുന്ന സമയമായിരിക്കും ഇത്. അധികം ദഹനക്കേടൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. ആരോഗ്യം ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ശരീരത്തിന് പിടിക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ശീലിക്കുക. ഈ സമയത്ത് സമയാസമയങ്ങളിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോബിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലയോ, അതുപോലെ നമുക്ക് ആ ജോബിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നത്തില്ല. എപ്പോഴും എന്തോ ഒരു അസംതൃപ്തി, അതുപോലെ ആ ജോലി സ്ഥലത്തുള്ള ആ പൊളിറ്റിക്സ്, ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഹനുമാൻ സ്വാമി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴേ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഓ നമഃ ശിവായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരവിടെ കിടന്ന് പറയട്ടെ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ തന്നെത്താനെ അങ്ങ് താഴ്ന്നോളും. എപ്പോഴും ഈ 1.5 വർഷക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നല്ല പറയുന്നത്. മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴായിരിക്കും ഈ എഫക്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഇത് അത്ര ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്ക് മോദിയെയും ട്രംപിനെയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ അങ്ങനെ. കുറേ പ്രശസ്തരുടെ ഈ ചന്ദ്രരാശിയും സൂര്യരാശിയും ഒക്കെ ഇടാൻ ശ്രമിക്കണമെന്നുണ്ട്. പക്ഷെ അത് ഇത്രയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. പിന്നെ നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നത് പലപ്പോഴും തെറ്റായിട്ട് വരാറുമുണ്ട്. അതുകൊണ്ടാണ് ഇടാത്തത്. അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സൂര്യരാശി ഫലവും ചന്ദ്രരാശി ഫലവും ഇങ്ങനെ വെച്ച് പ്രശസ്തരെ വെച്ച് പഠിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ വിവാഹ ജീവിതത്തിലൊക്കെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള, കുറേ നാൾ നിരുന്നവർ അടുക്കുവാനും ഒക്കെയുള്ള സന്ദർഭമുണ്ട്. അങ്ങനെയും കൊണ്ട് നോക്കണം. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളെയും കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഫലങ്ങൾ പറയാൻ. അപ്പോൾ 4-ൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ ജോലിയെ അഫക്റ്റ് ചെയ്യാതൊന്ന് നോക്കിക്കോണം. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ വസ്തുവകകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വസ്തുവകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം.